അവന് പാലെടുത്ത് വെച്ചേക്കണേ മോൻ കുടിച്ചിട്ട് കിടന്നുറങ്ങണേ. സിറാജ് ബ്രോ മാറ്റിയത് എനിക്ക് വല്ലാതെ സംഭവപ്പെട്ടോ, ഭയങ്കര ട്വിസ്റ്റ് ആയിപ്പോയത്. സൗണ്ട് മാറ്റി വന്നതേ ഭയങ്കര ഈ ട്വിസ്റ്റ് സൗണ്ട് ആയിപ്പോയി. കേക്കല്ലേ, മറ്റേ സൗണ്ട് കേട്ടിട്ട് ഈ സൗണ്ട് കേട്ടാ പേടിയാവും. ഇറ്റാച്ചിയും മറ്റേ സൗണ്ടും എല്ലാരും ഒരേ സൗണ്ട് ഇടേ ഇപ്പൊ. എങ്കിൽ പിന്നെ ഞാനും മാറ്റി നോക്കട്ടെ. എന്തൊരു എന്റെ പല മാറ്റം ഉണ്ടോ നോക്കണേ. രണ്ടുപേരും ഒന്ന് മാറ്റി സംസാരിച്ചോ കേട്ടോ. നമ്മളെ പേര് രഷീദ്. ഞാൻ ഓർക്കില്ല, പോയി. വാ വാ വാ, സ്റ്റാർട്ട് ചെയ്യട്ടാ. പോരെ, നമുക്ക് ഗെയിം തുടങ്ങാം, കളിക്കാൻ പോവാം. ആ നിലവിലെ ശബ്ദം ഒന്നിടൂ. ഇതിങ്ങനല്ലല്ലോ നേരത്തെ ടൈം മയിരെ. യെസ്, ഞാനാണ് ജനറൽ ലീഡർ. അടേ ഇന്ന് എനിക്ക് ജമ്പ് ലീഡർ ആവണം. ഇനി എങ്ങനെയാണ് ജമ്പ് ലീഡർ ആവണേ ലിസ? എനിക്ക് ഇതുവരെ പിടി കിട്ടിയിട്ടില്ല. സൗണ്ട് മാറ്റിക്കോ കേട്ടോ, കേട്ടൂടാ സൗണ്ട് മാറ്റിക്കോ. വേറെന്താ പോലെ കേൾക്കണം, ഒന്നും മനസ്സിലാവല്ല. ഇപ്പൊ ഒറിജിനൽ പൂറി സൗണ്ട്. പൂക്കി. പൂക്കി ഓടുമുണ്ട്. നിങ്ങൾക്കെതിരെ ഒരു കേസ് ഉണ്ടല്ലോ. എനിക്കെതിരെ ഉപയോഗമുള്ള എന്തെടുത്താലും മെഡിക്കറ്റ് ഉണ്ട്, ലിസാന്റെ ഉണ്ട്. മെഡിക്കറ്റ് വീരൻ ലിസാനാണ്. ടീമിന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും എടുത്തോ. ഗെയിം തുടങ്ങിയില്ലല്ലോ, ഇതെല്ലാം വാരി എടുത്താലും ഇപ്പഴാണ്ടാ എടുക്കാനുള്ള പട്ടി ചേഞ്ച് ക്ലാസ് ഒക്കെ കൊടുക്കാനുള്ള. ഓക്കെ, പട്ടി ഒരു പട്ടി ഉള്ളപ്പോ വേറെ പട്ടി, അത് വേണ്ട. ശരിയാണ്, നീ അവിടെ ഉള്ള കാര്യം അറിഞ്ഞില്ലടാ ഹെൽത്താനെ. നിങ്ങളാരാണ്? അത് ലിസാനല്ല, അത് ഊസ്തി. ഇന്ന് മീനെയൊക്കെ പിടിച്ചെന്തരാ ചെയ്തെന്നൊക്കെ പറയണായിട്ട്. അതിന് വായില്ലാത്തോണ്ട് കുഴപ്പമില്ല. അതിന് പരാതി പറയാൻ ആരുമില്ലല്ലോ. മീനുകൾക്ക് പരാതി ആരെടുത്താണ് പറയണ? ഊസ്തിയുടെ അടുത്ത് തന്നെ പറയും. അപ്പൊ ഊസ്തി വീണ്ടും പിടിച്ച് മാരകമായി. മീനെ മാരകമായി പീഡിപ്പിക്കണ ഒരാളെ ഉള്ളു. ഈ മയിര് ഇന്നലെ സൗണ്ട് ഇവന്റെ കുറവായിരുന്നു ഏട്ടാ, ഇന്ന് കെട്ട സൗണ്ട് ആയിട്ട് വന്നിട്ടുണ്ട് പട്ടി. മയിര് പറഞ്ഞു എന്റെ എല്ലാ സാധനവും അടിച്ചു. ഇപ്പഴേ ചാടണോ? ഓ അങ്ങനെ ഉണ്ട്. എന്തൊക്കെ പഠിക്കാതിരിക്കുന്നു. സിറാജുറാന്റെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഫ്ലൈറ്റിന്റെ ആദ്യമേ ചാടിയാ എനിക്ക് മുമ്പേ എത്താൻ പറ്റുമോ? അങ്ങനെ ചാടിയാലേ എന്താടാ? ഇല്ല, എനിക്കൊന്നും അറിഞ്ഞൂടെ. എടാ ലിസാനെ, ഇത് മറ്റേ സൗണ്ട് പോണെങ്കിൽ പറഞ്ഞിട്ട് പോണേ. ഇത്തിരി പറയൂ, നെറ്റ് പോയതാണോ സൗണ്ട് പോയതാണോന്ന് സംശയം വരും നമുക്ക് ഇടയ്ക്കിടയ്ക്ക്. അവിടെ ഇത്തിരി പറഞ്ഞിട്ട് ഓഫ് ചെയ്യണേ. ലിസാന്റെ അവിടെ ആരോ വിരള് ലിസാന്റെ അവിടെ കേറും. അതാണ് അപ്പോഴിടയ്ക്ക് സൈലന്റ് ആവും, സൗണ്ടും പോവും. ലിസാന്റെ അവിടെയാണ് ആദ്യം വെബ്കാം വെക്കാനുള്ള, ഇവിടെയൊന്നും അല്ല. സത്യം. അവിടെ പിന്നെ പോയി ആളില്ല. അത് തന്നെ. ലിസാന ഇടയ്ക്ക് വേറെ ഭാഷ ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ, ആട് സംസാരിക്കും പോലെ സംസാരിക്കും. അപ്പൊ അങ്ങനെ പോയിക്കുന്നു. ലിസാനാണ് പക്ഷെ അതില് പെർഫെക്റ്റ്. ലിസാൻ തന്നെ വിളിച്ചാലേ അത് ശരിയാവൂ. ലിസാൻ പെട്ടെന്ന് പേടിയൊക്കെ ആകുമ്പോഴേ ഒറിജിനൽ സൗണ്ട് വെളി വരില്ലേ, അപ്പോഴൊക്കെ ആട് വിളിക്കും പോലെ വിളിക്കണം. പുള്ളി പോയേട്ടാ, കേക്കുന്നില്ല. പുള്ളിയുടെ മൈക്ക് ഓഫാണ്. അപ്പൊ നല്ലോണം അവരാധിക്കാം. പോയല്ലേ.
ലിസാൻ ഒരു മൈനാണ്. സത്യം. തോന്നത്തോണ്ടാണ് തന്നെ പരക്കുണ്ണൻ. സത്യന്നെ. അത് പറയല്ലേ, ഇങ്ങനെ ഇല്ലാത്ത സാധനങ്ങളെ പറ്റി നിങ്ങൾ പറയല്ലേ. സത്യോടെ, അതെനിക്ക് എന്റെ മിസ്റ്റേക്ക്, മൈ ബാഡ്. ഞാൻ മെനിക്കാൻ നോക്കിയപ്പോ ആമസോണിൽ സെർച്ച് ചെയ്തോണ്ടിരിക്കുന്നു ഡിൽഡോ. ഡിൽഡോ. ആഗ്രഹം തീർക്കാൻ അങ്ങനെയെങ്കിലും ഒരെണ്ണം പിടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. വേണ്ടിലോട്ടെ, എന്തോണോ പറഞ്ഞോ, ഒരു കുഴപ്പമില്ല, കേക്കൂടെ, കേട്ടോ പൊട്ടനാണ്. അത് തന്നെ, വായുവില്ല, മൂടലുമാണ്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. സിറാജൻ എന്തെങ്കിലും പറയണോ? ധൈര്യമായിട്ട് പറഞ്ഞോ. അന്തനാണ്, ബദിരനാണ്, മുഖനാണ്. ലിസാന്ന് വായില്ല, ലിസാന് വായില്ല. കേട്ടില്ല. കഴിഞ്ഞു കഴിഞ്ഞാലേ ലോബിയിൽ ചെല്ലുമ്പോ മൈക്ക് വർക്ക് ആവണ്ട. കൊണ്ടച്ചികളെ ഞാൻ കേട്ട മയിലുകളെ, ഞാൻ ഫോണിലായി പോയി. എത്തിയടേ. വിരല് വിഴുങ്ങിയ എന്തിനാ അതാ വിരല് മുറിച്ച ബാക്കി തരാടാനൊക്കെ ഡിൽഡോ കിങ്. ഇസാ വിരല് വിഴുങ്ങിയടേ. അയ്യോ, എപ്പോഴും മറ്റേ ദിൽ തോ പാഹല്ലേ പാടി പാടി കിടക്കും. കാരണം അതിലത്തെ ഈ അക്ഷരം ഉണ്ടല്ലോ ഡിൽഡോരെ. ഓ, അണ്ണന് ഡീന്ന് കേട്ടാ എന്താ ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. അണ്ണ ഒരു അണ്ണൻ സ്വന്തമായിട്ട് ഒരു കമ്പനി തുടങ്ങി. കടയുടെ പേര് ഇതാണ്, ഡി കമ്പനി എന്നാണ് എന്റെ കടയുടെ പേര്. ഏണാ അണ്ണന് സ്വന്തമായിട്ട് കടയൊക്കെ ഉണ്ട്, ഡി കമ്പനി. ദിൽ തോ പാഗൽ ഹേ ദിൽ തോ ബാനാ ദിൽ ദീവാനാ ഹേ ദിൽ ദോ ബാനാ ഹേ ദിൽ ദീവാനാ ഹേ. നല്ല സുഖം ഹേ. അണ്ണ ഇത് പറയണ്ട, വാടഞ്ഞ് അണ്ണ ഇതൊക്കെ പോയി പിന്നെയും കയറ്റി. അതിനെ പറ്റി ഓർമ്മിച്ചപ്പെടുത്ത് വായി കയറ്റിക്കാണ്. നിങ്ങളെന്താ ഓപ്പോസിറ്റ് പോണത്? ഓപ്പോസിറ്റാ? ആര്? ഞാനാ? അപ്പൊ അവര് ഓപ്പോസിറ്റല്ലേ പോണേ? ഞാൻ ഇവിടെ അടുത്തുണ്ട്. ആ, സിറാജ് അവങ്ങോട്ടാണോ പോയാ? ഞാൻ ഡിൽഡോയിലായി പോയി. ഇല്ലടാ, ഞാൻ കേറിയില്ല. അല്ല, പിന്നെ ഞാൻ ഉള്ളിക്ക അല്ല, ഇവന്മാരെ ഓപ്പോസിറ്റല്ലേ പോയിക്കണേ. പൊട്ടന്മാരാണ്, മണ്ടന്മാരുടെ അറിഞ്ഞൂടാ. ബുദ്ധിയില്ലാത്ത ഇറക്കന്മാരാണ്. അതാര് ആര് ഓപ്പോസിറ്റ് പോയത്? എടാ മൈര, നിങ്ങൾ രണ്ടുപേരും. ഞാൻ അങ്ങേര് എന്തൊരു ഇല്ലല്ലോ. എന്റെ ഫ്രണ്ടില് അടിച്ചോളി, അടിക്ക് അടിക്ക് അടിക്ക്. എന്നെ പതുക്കെ അടിക്കുന്ന പട്ടി അടിച്ചാനടക്കി, തിരിച്ചു കടിക്ക്. ഇല്ല ലിസാനെ വായില്ല കുന്നിലപ്പൻ വരുന്നോ? ഇന്നലെ ഷംറാദ് ഇരുന്നിരുന്ന് ഷംറാന് കിളി പറഞ്ഞു. ഷംറാൻ അങ്ങനെ കിളി പറഞ്ഞല്ല, കോപ്പില പട്ടീരെ അണ്ടി മൈ കൊറേ പള്ളി. ഇന്നലെ നിങ്ങളെപ്പോ കളിച്ചു? ഇന്നലെ ഇരുന്നതാ കളി. ഇന്നലെ എന്തോരം സമയം ഉണ്ടായെന്ന് അറിയാമോ? ഞായറാഴ്ച ഇന്നലെ സത്യം പറഞ്ഞ കളി ഒരു 2 മണിക്കൂർ കളിയാണ് കേട്ടാ. പക്ഷെ ഫുള്ള് സംസാരം 1.5 മണിക്കൂറും. എടാ നമ്മൾ ലോപിക്കാത്ത എന്റെ പൊന്നെ, ഇങ്ങനെ സംസാരിച്ച മേഖലയൊന്നും പറയാൻ പറ്റൂല. എല്ലാ മേഖലയും കയറിപ്പോയി. ഓ, അപ്പൊ ഇത്രയും നാളത്തെ വിട്ട് ഇനി ഇന്റർനാഷണൽ കവട്ടത്തരവും പറയൂല്ലേ? കവട്ടെ എല്ലാം പറയും. ലിസാന് കുറെ കഥ കാണും, കാരണം കൊച്ചിലെ മുതലേ ഉള്ള സ്റ്റോറി ഉണ്ടല്ലോ. ലിസാൻ നിർത്തറ, അങ്ങനെ നടന്നു. അങ്ങനെ വെടിവെച്ച് നിർത്താൻ വേണ്ടിട്ടാണ്. നിർത്തിക്കോട്ടെ അൽത്താനെ. എടാ ലിസാൻ എടുത്തില്ല, ലിസാൻ വെടിവെച്ച അതിനാണ്, എടുക്കാൻ വേണ്ടിട്ടാണ്. ഓ, എന്തോടെ നമ്മളെ വണ്ടി പറന്ന പോട്ട് ചേസ് ഓടിക്കും. പോട്ട് അവനടിച്ചിട്. എവിടെയാ അവനീ വണ്ടി കയറിക്കുന്നു. വണ്ടി പൊട്ടിക്ക്. ഓ മോനെ, പൊളി. ഇതെല്ലാം അവസാനത്തെ എല്ലാം കഴിഞ്ഞപ്പോ ഓയ്യോ ഫ്ലൈറ്റ്. മോൻ എന്തൊക്കെ
ഓ അവന്റെ ഫ്ലൈറ്റ് പോയ പോക്ക് മയിരെ, എന്റെ ബുള്ളറ്റ് മൊത്തം തീർന്നു. ഇപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇവിടെ തീർച്ചയുണ്ട്. അവൻ പോയട്ടോ, അവൻ കണ്ടം വഴി ഓടി. ബാ കേറാം, സോണ്ടാ തരാം. ബാ നമ്മളിപ്പോ ഇവിടെ എന്താ സംഭവിച്ച മയില്? ഒരുത്തം ഒറ്റയ്ക്കല്ലേ നമ്മളൊന്ന് പുഷ് ചെയ്ത പട്ടി. വട്ടനാണോ? ഇവിടെ ഫ്രണ്ടിൽ എനിമിയെ, ഫ്രണ്ടിൽ എനിമിയെ, ഫ്രണ്ടിൽ എനിമിയെ, ഫ്രണ്ടിൽ എനിമിയെ, അതിന്റെ ഫ്രണ്ടില്. അടുത്ത enemy വരണേ. അടിക്കണോടോ സ്നൈപ്പർ 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 സ്നൈപ്പർ. എവിടെയെന്ന് മനസ്സിലാവണില്ല പട്ടി. സ്നൈപ്പർ കിട്ടുന്നുണ്ട്. തേങ്ങ. പുറത്തിറങ്ങല്ലേ എനിമിയുണ്ട്. ഓ കിട്ടി. ശരിയാണ്, എനിമിയുണ്ട്. ആ കൊടുത്തു അവന് കൊടുത്ത്. അവന്റെ ഷോ ഓഫ് തെണ്ടിപ്പട്ടി. മറ്റേ ഇതുണ്ട്, സ്നൈപ്പർ ഉണ്ട്. അവന്റെ ഉപ്പാപ്പാര. സ്നൈപ്പറേ എല്ലാം കൂടെ സ്റ്റക്ക് ആയിടേ. നമുക്ക് പുഷ് ചെയ്താലോ? നമുക്ക് പുഷ് ചെയ്യാം. അണ്ണാ ഞാൻ ഇവിടെ നിങ്ങൾ ആരെങ്കിലും എന്നെ പൊക്കിയാണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്നേഹം ഉണ്ടാണ്? പറഞ്ഞിട്ട് കണ്ടം വഴി ഓടിയേക്കും. ഈ ചത്തടങ്ങൾ പോലും ഞാൻ അറിയില്ല. നിങ്ങൾ ഒന്നും അറിയൂല. പാർന്ന് പറയണം ചത്തൊന്ന്. ബാക്കിലടി. പിന്നെ നിങ്ങൾ എന്തായാലും മുമ്പ് എന്റെ പുറകെ ഇളകണം. ചത്തെന്ന് പറയണോ? ഒരുത്തൻ ഫ്ലൈറ്റ് ഇറങ്ങി കളിക്കുകയാണ് മയിലെ. അവന്റെ ഷോ ഓഫ് ഉണ്ടോ പട്ടീരെ? പൊട്ടിക്കാൻ പറ്റൂലേ? അതിനകത്ത് വെടിക്കാം. ടെലിസം അടി മേടിച്ചു. അവിടെ ഉണ്ട്, ആ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. എന്റെ അടുത്ത് കൊടു. മൈരന്മാരെ കാര്യം അടിയറവൻ ആരെങ്കിലും. ആ എനിക്ക് എവിടെ നിന്നൊക്കെ കിട്ടിയടാ? എന്നെ പൊക്ക എന്നെ ആരടാ അടിച്ചത്? ഞാൻ എടുക്കണ്ടെന്ന് പറഞ്ഞത്. എന്നെ ആരെങ്കിലും പൊക്കടേ. അവിടെ എന്താടാ സംഭവിച്ചത്? എനിക്ക് ഒന്നും പിടികിട്ടിയില്ല. ചത്ത്. ഓ താങ്ക്സ് ബ്രോ. എങ്ങനെയാ അടിച്ചത് ഈ മയിലുകള്? എനിക്ക് അറിഞ്ഞൂടെ. അവക്ക് ഇടുന്നടിച്ച് അല്ല എന്നെ അടിച്ചാരെന്തോ. എനിക്ക് എന്നെ താനെ ചാവേണ്ട. എനിക്ക് ഞാൻ വേറൊരുത്തരാണ് കണ്ടതെന്നാ, പക്ഷെ അടിച്ചത് ബാക്കി എന്തരാണോ ലിസാന്റെ പ്രാക്കാണ്. അങ്ങേര് ഇത്തിരി പൊക്കി പറഞ്ഞെന്നും പറഞ്ഞ് അങ്ങേര് കിളവി. പക്ഷെ പണ്ട എങ്ങനെയാണ് ലിസ? ആർക്കും വായില്ല, ആരും ഒന്നും മിണ്ടല്ലോ. ഞാൻ അങ്ങനെ എന്നെ അടിച്ചാൽ ജയിച്ചാലേ എനിക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. ഓ അതുകൊണ്ട് വാറക്കൂലി. ഞാൻ എനിമിയൊന്ന് കൊന്നുകൊണ്ട് എന്നിട്ടേ താളം വിടാൻ പറ്റുള്ളൂ. തോക്ക് വെച്ചല്ലേ കൊല്ലാനുള്ള, അല്ലാതെ കോൺസെൻട്രേറ്റ് ചെയ്യണം. മൈനെ കാണാനില്ല. ബോട്ടല്ല പറ്റി. മലന്ന് നോക്കണം. കുരിഞ്ഞ് നോക്കിയാ പോരാ, നേരെ നോക്കണം. എനിക്കിവിടെ എനിമി ഇല്ല, പേടിച്ച് കാണുന്നു. മൈനെ കാണാൻ പോലും ഇല്ലായിരുന്നു. അതിന്റെ ഉള്ളിലൊന്ന് പോയിട്ട് ഇറങ്ങണ്ടോ തന്നെ? എടുക്കണ്ട, അപ്പൊ ഇറങ്ങണ്ട. പേടിച്ചായിരിക്കും. ഞാൻ മറ്റേ പോയി ഇതെടുക്കട്ടെ, സോണെടുക്കട്ടെ. സോണല്ലല്ലോ അതിന്റെ പേരെന്തോന്ന്, പെട്ടി എടുക്കട്ടെ. മയിലിതോ ആരാ പറഞ്ഞു. എനിമി ആരും ഇല്ലല്ലേ? ഞാൻ കൊറേ നേരം കൊണ്ട് കിടന്ന് ഓടണ്ടേ. കാണാനില്ല. ഓ മയിലുകൾ എന്നെ അടിക്കാൻ പറഞ്ഞു. ഈ പട്ടി എന്റെ ഫ്രണ്ടില് അവനുണ്ടല്ലോ. ലിസാനെ നിസാൻ പോയി. നായിന്റെ മോര് ഫ്ലൈറ്റ് ഇട്ട് പട്ടി ഷോ എന്ന് പറഞ്ഞ അവന്റെ എന്റെ സിറാജ് എന്റെ അടുത്താ. ഇവിടെ ലൂട്ട് ബോക്സ് ഉണ്ട്, വാ.
ഇവിടെ വാ ഞാൻ നിൽക്കുന്നത് 2 എനിമിയുണ്ട്. മായിൽ എന്നെ പിറകെ നടിച്ചു പട്ടി. ഞാനെ കണ്ട പോലും ഇല്ല. എടേ ഒന്ന് റെക്ക് ഓഫ് ചെയ്യാൻ പറ്റൂടെ? ഒരു സെക്കൻഡ്. യെസ് തുടങ്ങാം. എടാ ലിസാനെ, നിങ്ങൾക്ക് ആരുടെ വിളിക്കാം? പെണ്ണും പടങ്കോളം ഇല്ലാത്ത നിങ്ങളൊക്കെ ആരുടെ വിളിക്കുക ഈ സമയത്ത്? മെയില് അങ്ങേർക്ക് രാത്രി കസ്റ്റമർ ഉണ്ട്, അതാണ് പെണ്ണും പടക്കോഴി ഇല്ലാത്ത. ഇതെന്തെങ്കിലും മിണ്ടോ പറയും. ഇതിനകത്ത് കേറി കഴിഞ്ഞാൽ അപ്പൊ ഡി കമ്പനിയെ വളർത്തണം. നിങ്ങൾക്ക് അറിയാമോ അങ്ങനത്തെ കഷ്ടപ്പെട്ടാണ് അത് ഉണ്ടാക്കി എടുത്തത് ഡി കമ്പനി. ഈ മൈരന്മാര് വണ്ടി എനിക്കാണ് ട്രിഗർ ആവണ്. എന്നെ രക്ഷീടാ ആരെങ്കിലും, എന്നെ രക്ഷീടാ എല്ലാരും. ഒത്തിരി ഞാൻ ചത്ത മൈര. ആരെങ്കിലും 5000 മുടക്കിയാലും അല്ല 5000 മുടക്കിയാലും വരുത്തിയാൽ എന്തിനാണ് ചെയ്യാനുള്ളത്? പൈസ എടുക്കാ, എന്നെ മേടിക്കുക. എന്റെ ഉണ്ടെന്ന് അങ്ങനെ സിറാജിന് മാത്രമേ പൈസ ഉള്ളൂ. സിറാജിന്റെ മാത്രം. അത് പണ്ട് അങ്ങനെ തന്നെ. ചുമ്മാ അടവ് നിങ്ങളെ വരുത്താതിരിക്കണം. അടവ് വണ്ടിയില്ല അവിടെ വണ്ടി ഇടുന്നിട്ടൊക്കെ ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയെന്നാ ഇന്നുവരെ വണ്ടി മാർക്കറ്റ് വന്നു. ഓ 57 സെക്കൻഡോടെ എന്നെ റിവൈവ് ചെയ്യാൻ. ആരെങ്കിലും പോയി ചെയ്യടേ, എനിക്കത് ചെയ്യാൻ അറിഞ്ഞൂടാ. അതേ ഒരു വേട്ടവളി മരണം. യെസ് ഞാൻ 23 സെക്കൻഡിൽ എത്തും. റെഡിയായ? ശരി, വിളിച്ചോ? ഞാൻ ഒളിച്ചിരുന്നപ്പോഴാണ് നിങ്ങൾ അങ്ങനെ വാങ്ങിക്കണ്ടായിരുന്നു. ഇങ്ങനെ കിടന്ന് ചാവട്ടായിരുന്നു. എനിക്കതായിരുന്നു വേണ്ടത്. ആര് പറഞ്ഞു വാങ്ങിക്കാൻ? ഓ സ്വന്തമായിട്ട് ഇടുക, അതാണ് നല്ലത്. മറ്റേ പാർലമെന്റ് കയറി കേട്ടോ. പത്തിക്ക് നല്ല പൊസിഷനാണ്. ഇതാരുടെ 3 പുള്ളിക്കോടോ എൽറ്റാൻ. അയ്യോ ഇത്രയും ഇതാണ്ടാ സോൺ. ആള് അതിന്റെ ഉള്ളിൽ പോയിട്ട് നിന്നറോ. ചത്ത് ബ്രോ. I am dead bro. കിടക്കൻ. ചത്ത്. ഇവിടെ എനിമി ഉണ്ടേ സിറാജ്. അയ്യോ പറ്റോ നോക്കാം. കൊച്ചുകുണ്ടിയിൽ വരാൻ പറ്റോ? ഞാൻ കിടന്ന് എഴയാണ് ബ്രോ. സിറാജ് ബ്രോ, എന്റെ ബ്രോ ഉണ്ട്. സിറാജ് ബ്രോ ഞാൻ ഒരുത്തനെ ഒപ്പം നിക്ക്. നല്ല ഞാൻ ഇത് വല്ല സാധനം വാരി തിന്നോട്ട്. എവിടെയാണ് ബ്രോ അടി കേട്ടാ? കണ്ട സ്ഥലം മാർക്ക് പണ്ണാൻ പറ്റുമോ? പറ്റൂലടാ, ഞാൻ പിന്നെ വീണ്ടടാ. എടാ എന്തൊരവസ്ഥയടാ എന്റെ ഇന്നത്തെ മയില്. ഞാൻ സോണിന്റെ പുറകോട്ട് ഓടും. കഴിവില്ലാത്തവരെ എന്റെ അവസ്ഥ അംഗീകരിക്കില്ല. എടാ എന്തൊരവസ്ഥയടാ എന്റെ. ഇതൊക്കെ എങ്ങനോടാ അവിടൊക്കെ പോണത്? അതിനെ കരപ്പ് സ്വന്തമായിട്ട് എന്തിനാ ഉണ്ടാക്കാൻ ഓടണേ? ഞാൻ ഗണ്ണെടുക്കാനും അവനെ കൊല്ലാനും പോയാണ്. ഒരു തോക്ക് കിട്ടി. അപ്പൊ ആ മയില് പിറകെന്ന് അടിച്ചതാ. ഇന്ന് മൊത്തം പിറകെന്ന് അടിയാണ് എനിക്ക്. അതണ്ണനെ പുതുമയല്ലോ. നമ്മളൊപ്പം നിക്കട്ടാ, സ്വിച്ച് ആവാണ്ട്. ഡിസംബർ ഉള്ളി കയറ്. കിട്ടിയടാ. ഡിസാൻ കൊടുത്ത് എന്നെ എവിടെ നാടിക്കണ്ടോ? എനിക്കറിഞ്ഞ പട്ടിയെ കൊല്ലടേ ലിസാനെ. നിങ്ങളെ സ്പെക്ടേറ്റ് ചെയ്ത് നോക്കട്ടെ എന്തിനാവോ നോക്കട്ടെ. നീ ചത്ത. വെൽക്കം ടു ദ സ്പെക്ടേറ്റിംഗ്.
ഓ ഈ പന്നിയാണ് എന്നെ കൊന്ന കേട്ടോ ഈ പന്നി. ഇവനല്ലേ എന്നെ കൊന്ന. ബ്രോ മറ്റേ ഷീൽഡ് എടുത്ത് അടി ബ്രോ, ഷീൽഡ് എടുത്ത് അടി ബ്രോ. ഇവന്റെ പേര് കൊണക്കീന്നാണ്. ഇവനല്ലേ എന്നെ കൊന്ന. ബാക്കില് എന്റെ ഷീൽഡ് ഉണ്ട് ബ്രോ, ഇല്ലെങ്കിൽ എന്റെ എടുത്തോ. റൈറ്റ് റൈറ്റ് റൈറ്റ്. ആ അവൻ കണ്ടാ ആംഗിൾ നോക്കണേ, ആംഗിൾ ഒക്കെ അടിക്കാൻ നോക്കിയാ. ഇവിടെ എന്തൊക്കെ കേൾക്കണം. ഇന്ത പട്ടിയാണ് നേരത്തെ അടിച്ചിട്ടാണ് പട്ടിയ. ആ മായിരി പട്ടി വായൊക്കെ ഉണ്ടായിരുന്നു. അത് തന്നെ കിട്ടേണ്ടടുത്ത് കിട്ടിയപ്പോ വായൊക്കെ തുറന്നു. പട്ടി പണി വിട്ടു കേട്ടോ മേരി. എത്ര എനിമിയാണെന്ന് മൈര ഞാൻ അവിടെ പറഞ്ഞു വന്നു. അവരടുത്ത് പോയെന്തിന്? എനിമീര എവിടെ പിടിച്ച് അടിച്ചോണ്ടിരുന്ന എനിമീര വാടയാൻ വേണ്ടി എനിമി അവിടെ അടിച്ചു തന്നത്. നിന്റെ ലിസാൻ ഉണർന്നു. എനിക്ക് ഇതായിരുന്നു വേണ്ടത്. നമ്മളെ കളിക്കുന്ന എല്ലാരെയും നമ്മൾ അവരാധി അൾട്ടിമേറ്റ് പിന്നെ അല്ല. ഒരു കില്ലെങ്കിൽ എടുത്താന്ന് തോന്നി. ആ 4 എടുത്ത. ആന്തര് നൈസ്. ഓ ലിസ എന്തരായിരുന്നു പറഞ്ഞത്? എത്ര എനിമി അടിച്ചെന്ന് ഞാൻ 7 അനിയും ഒരു സമയത്ത് അടിച്ചെന്നാ എന്തിരുന്നൊക്കെ പറയാനായിട്ട്. ഞാൻ ഇവിടുന്ന് സ്പ്ലിറ്റ് ആവല്ലേന്ന് പറയുമ്പോത്തിന് ലിസാനെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ലിസാനെ ലിസാനെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ലിസാനെ ഇപ്പൊ കേക്കാമോ? അയ്യേ പട്ടി അടിച്ചു വന്നേ. അയ്യേ പട്ടി അടിച്ചു വന്നു. പോടാ, അങ്ങനെയൊന്നും പിണങ്ങുന്ന ഒരു പ്രസ്ഥാനമല്ല ലിസാൻ. നമ്മള് കാശ് ഉണ്ടാകുമ്പോഴേ പറഞ്ഞു എന്തിനാ ഒരു 15,000 കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ ഇത് കിട്ടും, ചോപ്പർ കിട്ടും. അതൊക്കെ എടുത്ത് ഇപ്പൊ ലാസ്റ്റ് സോണില് 2 പ്രാവശ്യം ചോപ്പർ കിട്ടും. ഓ ഇത് വാങ്ങിക്കാൻ പറ്റും ചോപ്പർ? കാശ് കിട്ടുമ്പോഴേ ഡെയിലി ഓരോന്നും അടിക്കുന്നില്ലേ ചോപ്പർ. എടാ തൂക്കാൻ പറ്റുമോ? തറ തൂക്കാൻ പറ്റും. കിട്ടാറില്ലേ? അതെവിടെ വാങ്ങിക്കുന്ന? നീ പോയിട്ട് കാര്യമില്ലടാ, നീ പോയിട്ട് കാര്യമില്ല. നിനക്ക് കിട്ടൂല. തെണ്ടറിയണം. എനിമീരെ അവിടെ പോയി എനിമീരെ അടുത്ത് മുട്ടിൽ കഴിഞ്ഞ് പോണം. എനിമീരെ അടുത്ത് അപ്പഴേ എനിമി തരുള്ളൂ. നീ ലിസാൻ ചോദിച്ചോ, ലിസാൻ അറിയാം. ലിസാൻ ഇനി പറയണ്ട, അങ്ങേര് പിണങ്ങി. ആര് പോടാ മാറി. ഉരുക്ക് മനുഷ്യനാണ്, ഉരുക്ക് മനുഷ്യൻ. നമ്മളെ പാലത്തുമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പോലെ എത്തുകയാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്യട്ടോ. സൗണ്ട് സിറാജിന്റെ സൗണ്ട് കഴിഞ്ഞ പ്രാവശ്യം അല്ലേ ബ്രിഡ്ജിലൊരു ഫൈറ്റ്. അതെ അത് എപ്പിക്കായിരുന്നു. വണ്ടി അവിടെ പൊട്ടിച്ച് മൊത്തം ബ്ലോക്ക് ആയി. സത്യം. എവിടെ പോണേ? ഇനി മിണ്ടൂല. ഇനിയിപ്പോ എനിമിക്ക് മുട്ടിൽ കഴിയുമ്പോൾ മിണ്ടൂല. ഇനിയിപ്പോ എനിമി അടിക്കണം, അപ്പോഴേ വാറക്കും. എനിമി അടിച്ചാലും വാറക്കൂല. വാ നിറയുമ്പോഴേ തുറക്കൂടാ. വായല്ല വയർ. നമ്മൾ ഒരേ സ്ഥലത്ത് കയറിയോ? ലിസാനെ എനിക്ക് ലിസാന്റെ സൗണ്ട് കേൾക്കണം. ലിസാനെ
എനിമി ഇറങ്ങിയ നമ്മളവിടെ എനിമിയുണ്ട്. ഇറങ്ങിട്ടാ ആ ഞാൻ കണ്ടത്. യെസ്, എൻ്റെ എൻ്റെ മെറ്റൽ കിട്ടി നെഞ്ചത്ത് വയ്ക്കണം. അത് വെച്ചറിഞ്ഞ് ഞാൻ ചാവേ. ബാഗ് കൊണ്ട് എടുത്തിട്ട് എനിക്ക് ബാഗല്ലാണ്ട് വേറെ ഒന്നും കിട്ടിയിട്ടില്ല. ബാഗ് പാൻ്റെ കൂലി വെച്ച് നിന്ന് കൊടുക്കേണ്ടി വരും എനിമി ഇനി അടിക്കാതിരിക്കണമെങ്കിൽ. ഇതിൽ എല്ലാവരുമായിട്ടുള്ള വോയിസ് ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു അല്ലേ, എനിമിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അത് മൈക്ക് ടീമിലിട്ടിട്ട് നമ്മൾ പറയണ അവർക്ക് കേൾക്കാൻ പറ്റുള്ളൂ തന്നെ. അവര് പറയണ തിരിച്ച് നമ്മൾക്കും കേൾക്കാൻ പറ്റും. ടീമിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അതവര് ഓൾഡിട്ട് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റുള്ളൂ. വല്ലാത്ത സംശയങ്ങളാണ്. ഒരുത്തനും കൂടി ഇല്ല അവിടെ. ഇല്ല ഒരുത്തൻ തന്നെ. ആഭ്യന്തര കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ഒന്ന് വെറുതെ പുള്ളി അതിന് ടെൻഷനിലിരിക്കുമ്പോഴാണ് നീ ഇങ്ങനെ എടുത്ത് ആക്കല്ലേ. അല്ല ആക്കണല്ലേ, സീരിയസ് ആയിട്ട് പറയാനുണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ ആഭ്യന്തരമായിട്ട് എന്തൊക്കെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അതൊന്നല്ല എന്തുവാടാ ഇടയ്ക്കിടയ്ക്ക് അത് തൊഴുത്തിരിക്കണം. എവിടെ ഇരിക്കുന്നു? ലിസ ഓടുന്നുണ്ട് പക്ഷെ ഒന്നും ടീമായിട്ടോ രണ്ടുപേരോ സിറാജ് റീലോഡിങ് അതിനകത്ത് എഴുതി കാണിക്കണം എൻ്റെ. ചെളിയുള്ളതാണോ അത്? പൂന്തി പോവോ? എന്താണ് പോടാ മാറി ചുമ്മാ പറ്റിക്കാതെ. പൂന്തി പോകുന്നു എന്തൊരു ചോദ്യം. ഞാൻ നോക്കിയിട്ട് ഇറങ്ങി അപ്പുറത്തടി നോക്കും. ആനടുത്തിലോ ആ ബോട്ടിന് കില്ല് കൊടുക്കല്ല. വായോ എവിടെ എവിടെ വിളിച്ചു? ഞാൻ അവിടെ വിളിച്ച പിന്നെ അല്ല ആ ബോട്ടിന് കില്ല് കൊടുക്കല്ലേ. ആ കില്ല് നിൽക്കുന്ന കിട്ടി. ബോട്ട് അടിച്ച് നോക്ക്. ബോട്ടിനെ അടിച്ചിട്ട് ബുള്ളറ്റ് പറയണം. ആരെയും ബുള്ളറ്റ് ഒന്ന് സഹായിക്കേണ്ടതാണ്. വല്ല മറിക്കൊണ്ട് പോയാവേ. എനിക്ക് ക്ഷമ പിടിച്ചടേ. നമ്മളെ എനിമി അടിക്കാൻ പീക്കാണ്. അങ്ങനെ ലൂട്ട് തുറക്കാൻ പൊളിയാണ്. ഇസാന്റെ കൂടെ 2 ദിവസം ഓടിയപ്പോഴാണ് ഇതൊക്കെ മനസ്സിലായത്. എന്തോ ഉള്ള ഈ തോക്കുള്ള തോക്ക് MG82. ഓ MG82 ഉണ്ട്. ഡ്രോപ്പിൽ പോകാം. എവിടെ പോയി ലിസ ഇവിടെ 3 മുട്ട ചെലവായ എന്ത് തീർന്നു മീരേ നീ. എന്റെ തൊണ്ടയും പോയി. വൻ പ്രാക്കടേ പയ്യ. ഞാൻ കളിക്ക് പറയണേണ് ഇതൊക്കെ. ഞാൻ അത് പറഞ്ഞേലേ പോയാ സിറാജ് എന്തൊക്കെ കാര്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ നമ്മള് വെടികൊണ്ട് വീഴുമ്പോഴേ ലോറി കടന്ന വല സൈഡിൽ ഞാൻ കണ്ടായിരുന്നു. തീർന്നടാ മൈര നീ തീർന്നു. ഇനി എൽറ്റാൻ എന്ന് പറയുന്ന ഫ്രണ്ട് ഇല്ല. ആ ചോപ്പർ എടുക്കാന്ന് വെച്ചിട്ട് ഓടിയതാ. ആ ചോപ്പർ ആരും എടുത്തിട്ട് പോയി. ആമ്പിളരുണ്ട് ഇവിടെ ചാവാൻ കിടപ്പാണ് ചോപ്പർ. ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ സൗണ്ട് കേൾക്കണ്ട. എനിക്ക് നിങ്ങൾ കേൾക്കണുണ്ടോ? എനിക്ക് കേൾക്കണം. എന്താ പോവാന്നൊക്കെ പറഞ്ഞു. ഓ ഇങ്ങനെ കൊണ്ട് ഇതിനകത്ത് ഗാർഡ് ചെയ്യാനൊക്കെ പറയാനുണ്ട് കേട്ടാ. ഗാർഡിങ് ആദ്യം നെക്കി പിടിച്ചോണ്ട്. എന്താണ് എനിമി ഉണ്ടോ? ഓ ഓരോന്നോരോന്ന് ഇടാൻ പറ്റും കേട്ടോ. നാലാൾക്ക് പോകാനുള്ള വണ്ടി ഇല്ല.
ഞാൻ എത്തി ഒരു വണ്ടി എടുത്തിട്ട് വരാം. അൽത്താനെ വാടാ. ഞാൻ ഓടട്ട് വാടാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വണ്ടി എടുത്തോണ്ട് പോണോ? വാൾ റൈഡ് രണ്ടുപേരും ഉള്ളു. ഞാൻ വണ്ടി എടുക്കട്ടെന്നാണ് വാടാന്നാണ് പറഞ്ഞിട്ട് പോയത്. വണ്ടി അവിടെ ഉണ്ട്, അപ്പുറത്തുണ്ട്. കണ്ടാ മൊത്തം ചെടി. വണ്ടി ഇവിടെ കാണും. ഉണ്ട്. എന്നാ മറ്റേ സാധനം വാങ്ങിക്കാൻ പറ്റുമോ? കുറച്ച് പൈസ ഇരിക്കണം തോന്നുന്നു. എനിക്ക് മേടിക്കാം വെയിറ്റ് ഉണ്ട് 12,000 രൂപ ഉണ്ട് മറ്റേ സാധനം വാങ്ങിക്കാം. വെയിറ്റ് വണ്ടി കൊണ്ടോട്ട്. നിനക്ക് മറ്റേ വെടിവെക്കാനുള്ള സാധനം എല്ലാം ഉണ്ട്. വെടിക്കോപ്പുകളുമായി ഞാൻ വരികയാണ്. ഇങ്ങോട്ട് പോയാലോ? കേറ് എന്റെ പറകെ എത്തിയ ഇങ്ങനെ പോയാൽ ഞാൻ എങ്ങനെ കേറണത്? എത്തിയില്ലേ? എവിടെ പോണത്? എത്തി. എത്ര സിമ്പിൾ ആയിട്ട് ഞാൻ നിന്നെ ഈ വണ്ടി മതി. ഒറ്റ ഡ്രോപ്പ് വന്നുള്ളൂ. അടിയില്ല വേറെ വണ്ടിയില്ല. നമ്മക്ക് അവരെ വെടി ചുമ്മാതെ പേടിപ്പിക്കാം. കുറച്ച് ഇത് ഏത് കാട്ടുകുഴപ്പമാണ്? ഡ്രോപ്പ് അവിടെ എനിക്ക് മാപ്പില്ല. ഞാൻ പറയെ ഫോളോ ചെയ്യാണ്. മാപ്പൊന്നുമില്ല. ഞാൻ നമ്മളിവിടെ ക്ലാസ് അപ്ഗ്രേഡ് ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്ന് ഇവിടെ ആരോ വന്ന് പോയി. ഇവിടെ ആരോ ഉണ്ട്. ടോപ്പർ എടുത്താലോ? എല്ലാരും ഇറങ്ങിയോ? ഇത് 2 വാങ്ങിക്കാൻ പറ്റുമോ? സെൽഫ് റിവൈവിംഗ് കിറ്റ് ഒരാൾക്ക്. രണ്ടെണ്ണം കഴിക്കാം. നല്ലോണം ആത്മാർത്ഥമായിട്ട് നിക്കി വെക്കാം. എനിക്കാരെങ്കിലും കടം തരോ ബുള്ളറ്റ് ഓടിക്കാൻ? ഓക്കെ. കടം തരാനുള്ള ഇതില്ല ബ്രോ. 2000 അവനെ പ്രൊവോക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരട്ടെ. നമ്മള് പ്രൊവോക്ക് ചെയ്താൽ മരണം ഉറപ്പാണ്. എന്തോടാ ഈ നുള്ളിപ്പറക്ക ഇങ്ങനെ കഴിഞ്ഞ ആളുള്ളൂ. എവിടെ ഇറങ്ങിയത്? ഒരറ്റത്തോടുകൂടി അതെല്ലാം നുള്ളി പറക്കിടങ്ങി. എനിമിയല്ല പോയത്. എനിമി താണ്ട പോണ്. മാർക്കേ അതല്ലേ പറഞ്ഞത്. കാലിന്റെ ഇടയിൽ പോയാവേ. നമ്മൾ ഓപ്പണിലാണേ. ഡ്രോപ്പ് അങ്ങ് അറ്റ അവിടെ. ഒരു നല്ല തോക്കോലും ഇല്ല. അവന്മാരോടെ നല്ല ഫൈറ്റ് എടുക്കുന്നുണ്ട്. ഇതിലും ആളുണ്ട് കേട്ടോ. മൂഞ്ചി കിടക്കണം. ഇവിടെ ഇവരുണ്ടല്ലോ ഇവിടെ. സൂപ്പർ. എന്തുവാടേ ആരല്ലോ ടാഗ് എടുക്കടോ. കോടായിരുന്നു ബ്രോ. ഒറ്റക്ക ആളുണ്ട്. ഒന്ന് കേറല്ലേ വീട്ടിനകത്ത്? ഒന്ന് കേറില്ല ആളേക്ക്. എത്ര പേര്? ഉള്ളി കയറണമെന്നില്ല കേട്ടോ. പുറത്തുനിന്ന് റൗണ്ട് അടിച്ചു നോക്ക്. ചിലപ്പോ ടാഗ് തടയും. ഒരു വണ്ടി അടപ്പുണ്ട്. എന്നെ റിസ രസിച്ചു. റിസാനെ സോറി. നമ്മള് കൊതം തന്നെ കളിക്ക് പലതും പറയും കേട്ടാ. പരനാറികളെ ഞാൻ ചാവാൻ വേണ്ടി കാത്തിരിക്കുന്നു. ബുള്ളറ്റ് വെച്ചാൽ തരാൻ പറ്റില്ലടാ. 400 ബുള്ളറ്റ് മൈരന്റെ. എന്ത് കഷ്ടമാണ് മനുഷ്യ. 400 ബുള്ളറ്റ്. ഒരു ബൈക്ക് ഒറ്റം വന്നിവിടെ ഇറങ്ങി സെറ്റായി. അവൻ വീട്ടിൽ കയറി. കിട്ടി. ഞാൻ അടുത്ത് വെച്ച സാധനം. ഞാൻ ഇത് മറ്റേ ഇത് റീലോഡ് ഒരുത്തനും കൂടി ഉണ്ട് കേട്ടോ. അവൻ ചത്തില്ലേ അവൻ? അപ്പൊ സ്ക്വാഡിൽ ഒരുത്തനും അവൻ തീർന്നു. അവന്റെ സ്ക്വാഡിൽ ഒക്കെ ഉണ്ട് ആളുണ്ട്. ആളുണ്ടോ ബ്രോ? ഇറങ്ങി കേട്ടോ. സ്ക്വാഡിൽ ആരോ ഉണ്ടെന്ന് ഒരാളും കൂടി. ഞാൻ നിങ്ങൾ ഇറങ്ങിയാണ്. ഞാൻ എനിമി ഇറങ്ങിയാണ്.
അവൻ വന്നിട്ട് അരമണിക്കൂറായി. അതിന്റെ മുകളിൽ നിന്നീന്നാണ് അൽറ്റാന്. ഞാൻ കുറച്ച് താഴത്ത് പൈസ കിട്ടിയാ? എന്റെ 100 രൂപ ഉണ്ട്. എവിടെ പോണം? അതില് സ്ക്വാഡ് ഉണ്ടാവട്ടാ. ഞാൻ ലിസാനോട് പോവാം. അണ്ണാ, എവിടെ പോണം അണ്ണാ? അങ്ങോട്ട് വരണവര്. അത് അങ്ങോട്ട് വരണേ. അങ്ങോട്ട് വരണേ. ഓ വന്നു, ടീം വന്നു. എവിടെ എനിമിയുണ്ട്? എനിമിയുണ്ട് ഫ്രണ്ടില്, നേരെ ഫ്രണ്ടില്. നേരെ ഫ്രണ്ട് എനിമി ഞാൻ കണ്ടോ. എന്തെന്ന് പറഞ്ഞ ഓഫർ വരണം. ചോപ്പർ. ആ കണ്ടു. റോപ്പും പറയണല്ലോ. ഒരു അപ്പുറത്ത് ഇറങ്ങി. ഇവിടെ എടുത്തോണ്ടേ, ചോപ്പർ ഞാൻ അടിക്കട്ടാ. ഇവിടെ എടുത്തോണ്ടേ. ഇവിടെ 4 പേരുണ്ട്. അവന്മാര് സ്കോഡാണേ. അപ്പൊ നമ്മളാരാ? എടാ അടി എനിക്കടി. അവൻ സ്നൈപ്പ് ചെയ്യണം പട്ടി. ആറ്റത്ത് തന്നെ ഹെലിയുടെ അടുത്ത്. നീ മറ്റേ സാധനം കൊണ്ട് വെച്ചോ. അവരെ വെച്ച് ഞാൻ കേറി ഒളിക്കട്ടെ വെച്ച് ഇവിടെ കൊണ്ട് വെച്ച് അവന്മാരോട് വരട്ടെ. രണ്ടാളുള്ളോ? അവന്മാരോട് വരട്ടെ. ആ പട്ടിനെ ആരും എടുത്തില്ല. ആ എനിമിയെ കണ്ട. ഇവിടെ ഉണ്ടേ അവൻ. ഒരുത്തിന് ഇതിൽ കണ്ടിട്ടാ. ഓ മയിരി. ഞാൻ ചത്ത്. അടിക്കെടുക്ക്. അവനെടുക്ക്. കിട്ടിയ ചത്തായി. ഈ മയിര് ഏസ്ട്രൈക്ക് ആവാത്ത എന്ത്? എടാ ഈ വീട്ടിനകത്ത് ആളെ പോയതാണ് ഇപ്പൊ. എന്ത് വെച്ചിട്ടാണ് അവൻ അടിക്കണേ? പൊളിച്ച് നിന്റെ അടുത്തോട്ട് ആള് വരണേ. ഞാൻ അണ്ണാ മൈൻഡ് എന്റെ സെൽഫ് റിവ്യൂ. അയ്യോ അത് ഞാൻ വാങ്ങിച്ചത് മറ്റേലാണല്ലേ. തൊലിഞ്ഞ സ്നൈപ്പർ ആരോ ബോംബെറിയുന്നുണ്ട്. മയില് ബാക്കില് 3 എണ്ണം. ഞാൻ ഇപ്പൊ അവിടെ ഒരു സ്ക്വാഡ് അല്ലടാ, കൊറേ സ്ക്വാഡ് ഉണ്ടടാ. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയവരെ കണ്ടോളൂ. ഞാൻ അത് നോക്കി നിന്നപ്പം വേറെ ഉള്ളവന്മാരുണ്ട് അവിടെ. എടാ അവിടെ 2 സ്ക്വാഡ് ഉണ്ട്. വലേ സൈഡിൽ ഒരു സ്ക്വാഡ് ഉണ്ട്, ഇടേ സൈഡിൽ ബാക്കിൽ നിന്ന് സ്ക്വാഡും വരുന്നുണ്ട്. വീട്ടിനകത്ത് അത് തന്നെ മൊത്തം 6 പേരുണ്ട്. 6 പേര് അവിടെ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരും അടി. മയില് അത് ഞാൻ ചത്ത സ്ഥലം ഉണ്ട്. അവിടെ തന്നെ ഉണ്ട്. ഓ നൈസ്. എന്തുവാടേ അവിഞ്ഞ് ഞാൻ പൊടി പോലും ഇല്ലാത്ത രീതിയിൽ അറിഞ്ഞൊതുക്കി കളഞ്ഞു. മരി പുകച്ചവന്മാര് വാശു എന്തോ വൈരാഗ്യത്തോടെ വരെയാണ് കേട്ടോ പട്ടികള്. ഉള്ള ജീവനും പറയോട്ട് ഓടും. മയില് സ്നൈപ്പർ അല്ലേ? ഫ്ലാഷ് ബാങ്ക് തീർത്തിട്ട് നമുക്ക് സമയമില്ല. അതാ സ്നൈപ്പറും ഉള്ളത്. അത് തന്നെ കയ്യില് ഒന്നുമില്ല അളിയാ. അതാ ബുള്ളറ്റ് സെറ്റ് ചെയ്യണതാ. എടാ ലിസാനെ ചെറുക്കനെ വെറുതെ വിട്ടോ. ആള് പോയി, ആള് തീർന്നു. പാതി ഉയരേ ഉള്ളു. ആ കുണ്ടച്ച് ഞാനാണ് രക്ഷിച്ചു മൈൻഡ്. അതുകൊണ്ടാണ് ഞാൻ പോയി ചത്തോ. ആള് പാതി തീർന്നു. മയില് ഇവിടെ സൗണ്ട് ഇല്ല. എന്റെ തൊണ്ട പോയി. അയ്യോ നിങ്ങൾ എന്തൊരു പ്രാക്ക് മനുഷ്യ. ഇങ്ങനെയൊന്നും ഒരാളെ പ്രാവല്ലേ. ഇങ്ങനെ കളിക്ക് പലതും പറയും. ഇങ്ങനെയൊന്നും ചെയ്തറിയില്ല. അയ്യോ ഇവിടെ മൊത്തം ആളെണ്ണ. സോണൊക്കെ നീ ഇത്ര റിസ്ക് എടുത്ത് നമ്മളെ റിവൈവ് ചെയ്യാൻ വേണ്ടി എടുത്താണോ? ഓ നിങ്ങളെ റിവൈവ് വേണ്ടി അടുത്തോട്ട് ചെന്ന് കയറി കൊടുത്തേണ്. എനിക്കിപ്പോ വാര കിട്ടിയ. നിങ്ങളെ ടാഗ് എടുക്കാൻ വേണ്ടി ഓടിയതാണ്. നീ സ്വന്തം തടി വെക്കാം. ആദ്യം സ്വന്തം തടി. നീ സിറാജിന്റെ കൂടെ പോ. 2 പേര് ടീമായിട്ട് പോ. എടാ ഞാൻ ടീമായിട്ട് പോയിട്ട് പിന്നെ എനിക്ക് എവിടെ നിന്നാ ഞാൻ ഒറ്റയ്ക്ക് പോയി എവിടെ നിന്നാ? എനിക്ക് അതാണ് പിടികിട്ടാത്ത. നീ എവിടെ നിന്ന് ഒറ്റയ്ക്ക് പോയത്? അപ്പോഴാണ് തീർന്നത്. സിറാജ് കണ്ട എനിമിയെ കണ്ടില്ലേ സിറാജെ? സിറാജിനെ ദ അൾട്ടിമേറ്റ് ബോട്ട്.
ദ എൽറ്റർ ഗെയിമിൽ ഇറങ്ങിയിരിക്കുന്നു വേട്ടയ്ക്ക്. അത് 1v7 സർട്ടിഫൈഡ്. സർട്ടിഫൈഡ്. അതിന് അവിടെ തന്നെ ഇരുന്നോ? ചുമ്മാ ഇരിക്കാമാണ്, ഒന്നും ചെയ്യില്ല. ഞാൻ നീ അനങ്ങാതെ ഇല്ല, അവന്മാര് പ്രതിമേന്ന് വെച്ച് പൊക്കോളും. ഡോറും കൂടെ അത് അടച്ചു. അതിലിരുന്നു. നമ്മള് മിണ്ടാതെ കഥ അടച്ച് വീട്ടിൽ ഇരിക്കുക. ഇതാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ഓട്ടം ഉണ്ട്. ഫുഡ് സ്റ്റെപ്പ് കൊടുക്കല്ലേ? ആ വരണേ, എനിമി വരണേ. ഒന്നും കൊടുക്കൂല, ഒന്നും കൊടുക്കൂല. ആരേലും പട്ടി നിറഞ്ഞു കഴിഞ്ഞാൽ എന്റെ തൊട്ടടുത്തുണ്ട്, തൊട്ടടുത്ത്. പട്ടി എന്തായാലും ഡോറും തുറന്ന് കയറി വരില്ലല്ലേ? രണ്ട് സൈഡില്. അവൻ ഡോർ വന്ന് വെടിയിക്കല്ലേ? ഡോർ വന്ന് ആ ഡോറിൽ നിനക്ക് മറവ് കിട്ടും. അവൻ നേരെ അങ്ങ് പൊക്കോളൂ. നീ മിണ്ടാതിരുന്നാ മതി കേട്ടാ. ഡോറൊക്കെ അടിച്ച് പൊട്ടിക്കാൻ. അല്ല അപ്പർ സൈഡ് ഡോർ നീ അടിച്ചോ. ലെഫ്റ്റ് സൈഡ് എടുത്ത് നിപ്പുണ്ട്. അവൻ ഡോർ വന്ന് കയറണേ, നീ ഒന്നും ചെയ്യണ്ട. മറ്റേ സാധനം പറക്കി, വേണ്ട. നീ ഇപ്പൊ ഒന്നും ചെയ്യണ്ട, മിണ്ടാതിരി. മൂന്ന് കണ്ട്രാക്ക് ഒരു കൈയാണ്. അവന്മാര് കണ്ട് നീ അവിടെ ഒളിച്ചിരിക്കുന്നത്. ഇപ്പൊ കണ്ടു ബ്രോ. വെളിയിറങ്ങിയിട്ട് സ്മോക്ക് എടുത്ത് മറ്റേ സുനാപ്പി എടുത്ത് വെച്ചിട്ട് ഒറ്റ ഓട്ടം പറ്റോ? ഒന്നും ചെയ്യണ്ട. അവിടെ ഇരുന്നാ മതി. ഡ്രോണ് വരുന്നവരും അവിടെ ഇരുന്നോ. അടിച്ചോ, നീ കുഴപ്പമില്ല. കണ്ടിട്ടില്ല. 1v2 ഇനി 1v2 രണ്ടുപേര്. നീ ഒരുത്തനും രണ്ടുപേരും എനിമി മാത്രമേ ഉള്ളൂ. അടിക്കാൻ പറ്റോ? വേണ്ട, എനിക്ക് പറ്റില്ല. കുറച്ചും കൂടെ കഴിയുമ്പോ എനിക്ക് 39 സെക്കൻഡ്. ഈ ഫ്രണ്ടിൽ വെച്ചിട്ട് നീ ബാക്കിൽ ഇരുന്നോളാം കേട്ടോ. മെഷീന്റെ ഫ്രണ്ടിലോട്ട് ഓടല്ലേ. ഇല്ല ഇറങ്ങട്ടെ. സ്കാൻ ചെയ്ത് ഇപ്പൊ കുഴപ്പമില്ല. അതിലാരോ ഇതിന്റെ ടൈപ്പ് ഡ്രോപ്പിൽ കൂട്ടുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ ഒരാൾ നിൽക്കുകയാണ്. നീ അനങ്ങിയ അവന്മാർക്ക് കിട്ടും. ക്രൗച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. ക്രൗച്ച് ചെയ്ത് പോയി കാണാം. എനിക്ക് ഓടായിരുന്നത് അങ്ങനെ പോ. ക്രൗച്ച് ചെയ്ത് പോയി അറിയാൻ പറ്റൂല. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ജല്ലി കൂടെ നോക്കാനും ഉണ്ടാകും. കഥ തുറന്ന് സോൺ സ്റ്റാർട്ടായി. എണീച്ചില്ലേ? എടുത്തുപോയി മറ്റേ സുനാപ്പ് എടുത്തുപോയി. പുഷ് മറ്റേ സുനാപ്പ് എടുത്തുപോയി. ഇതെന്തുവാണ് ഇരുന്നിട്ട് കാണിക്കുന്നത്? അയ്യോ, അത് വെച്ചിട്ട് അതിന്റെ ഫ്രണ്ടില് നിന്റെ അടുത്ത് മയിൽ ഉപയോഗിക്കുന്നു. അവ ചെറുക്കുള്ളതുകൊണ്ട് #2 എത്തി. നിങ്ങൾ എന്തിനു പറയണത്? അയ്യോ, വാവ്. ഇനി എഴുതി കണ്ണിലാണ് ഒട്ടിക്കണം ബ്രോ. അതാ പറഞ്ഞത്. നമ്മൾ നോക്കിക്കൊണ്ട് എന്നിട്ട് അപ്പോഴും അങ്ങ് പോവും. മര്യാദക്ക് ആദ്യമേ ഇറങ്ങി അടിക്കാവുള്ളൂ. 4 വഴിക്ക് പോയിട്ട് അവിടെ ഇവിടെ നോക്കായി കിടന്നിട്ട് ശരി. ഞാൻ നേരത്തെ കളിയിൽ റിവൈക്കിട്ട് എടുത്ത്